ജയസൂര്യൻ സർ, തൊഴിൽ ചൂഷണം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇപ്പൊ അതാ ചൈനയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെയുള്ള തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്റെ വേതനം തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവര് സമരം ചെയ്യുന്നത്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഇറക്കുമതി ചുങ്കം 245% വർദ്ധിപ്പിച്ചത്. അതോടുകൂടി ചൈനയുടെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടത്. ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മുട്ടുസൂചി മുതൽ മോട്ടോർ കാർ വരെ അല്ലെങ്കിൽ കപ്പൽ വരെ എന്താണ് ഇത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് അമേരിക്കയിലായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ഇറക്കുമതി ചുങ്കം ഇത്ര വലുതായി കൂട്ടിയതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്ഷീണമല്ല എങ്കിലും ചൈനയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക വാണിജ്യ തിരിച്ചടി തന്നെ ആയിരുന്നു. ഇതിനെ തുടർന്ന് ഓർഡറുകൾ തുടർച്ചയായിട്ട് റദ്ദു ചെയ്യപ്പെട്ടു. അതോടുകൂടി ചൈനയിലെ പഴയ പല ഈ മാനുഫാക്ചറിംഗ് ഹബ്ബുകളും നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഷാങ്ഹായിലൊക്കെ നടക്കുന്ന വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ജോലി നഷ്ടപ്പെടുന്നവരുടെ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പല കമ്പനികളും അടച്ചുപൂട്ടപ്പെടുകയാണ്. പല കമ്പനികളിലും തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അടച്ചുപൂട്ടപ്പെടുന്ന കമ്പനികളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ സാധിക്കുന്നുമില്ല. വളരെ പെട്ടെന്ന് നടപ്പിൽ വരുത്തിയ ഈ ഒരു പരിഷ്കരണം വളരെ പെട്ടെന്ന് ചൈനീസ് മാർക്കറ്റിനെ തകിടം മറിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഏതെങ്കിലും ഒരു നഗരത്തിൽ മാത്രമല്ല, മാനുഫാക്ചറിംഗ് ഹബ്ബുകളായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി നഗരങ്ങളിൽ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുകയും പല സ്ഥാപനങ്ങളും പ്രവർത്തനം പകുതിയാക്കുകയും ഷിഫ്റ്റുകൾ വെട്ടിക്കുറയ്ക്കുകയും അതനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു കെട്ടിടത്തിന് മുകളിൽ അടച്ചുപൂട്ടിയ ഒരു LED ബൾബിന്റെ ഫാക്ടറിയാണ്. ആ ഫാക്ടറിക്ക് മുകളിൽ കയറി തൊഴിലാളികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി. വളരെ കഷ്ടപ്പെട്ടാണ് ഭരണകൂടം അവരെ നിയന്ത്രിച്ചത്. അപ്പൊ ആ തരത്തിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള തൊഴിൽ നഷ്ടം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള തൊഴിൽ പണിമുടക്കുകള്, സമരങ്ങള്, പ്രക്ഷോഭങ്ങള്, ഇതൊക്കെ തന്നെ ഇപ്പൊ ചൈന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് ഇത്തരം കാര്യങ്ങളെ ഇങ്ങനെ നേരിട്ടുള്ള പരിചയം പോലുമില്ല. എങ്കിലും സാമ്പത്തികമായ വലിയൊരു ആഘാതമാണ് ആ രാജ്യത്തെ തൊഴിലാളികൾ മുതൽ സർക്കാർ വരെയുള്ളവര് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തൊഴിൽ ചൂഷണം, ഞാൻ ആദ്യം തുടക്കം പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ പേര് കേട്ടൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇവിടെ ചങ്കിലെ ചൈന എന്നൊക്കെ പലരും പറഞ്ഞ് വലിയ രീതിയിലുള്ള വാഴ്ത്തുപാട്ടുകൾ നടത്തുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾ ഒരു കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് ഭരണകൂടത്തിന്റെ കീഴിൽ വല്ലാത്ത രീതിയിലുള്ള അടിച്ചമർത്തലുകൾ നേരിടുന്നതിന്റെ ഒരുപാട് വാർത്തകൾ നമുക്ക് നേരത്തെയും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ ഒരു രോക്ഷം ട്രംപിന്റെ ഈ തീരുവയോടുകൂടി കൂടുതൽ പുറത്തു വരികയല്ലേ ചെയ്യുന്നത്? അതെ, ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ജനാധിപത്യം ഇല്ലല്ലോ. ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് പ്രതിപക്ഷമില്ല. പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാത്തത് കൊണ്ട് ട്രേഡ് യൂണിയനുകളില്ല. ഭരണകൂടം മാത്രമേ ഉള്ളൂ. ഈ ഭരണകൂടം എന്നുള്ളത് പേരിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പേരിന് ഒരു തെരഞ്ഞെടുപ്പും ഉണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമേ നോമിനേഷൻ കൊടുക്കുള്ളൂ, വേറെ ആരും നോമിനേഷൻ കൊടുക്കാനില്ല. അപ്പൊ നോമിനേഷൻ കൊടുക്കുന്ന ആൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ്. ഈ രീതിയിലുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട് ട്രേഡ് യൂണിയൻ, നമ്മളിവിടെ കാണുന്ന പോലെ CITU ട്രേഡ് യൂണിയനിസമോ നോക്കുകൂലിയോ ഗുണ്ടായിസമോ ഒന്നും അവിടെ നടക്കില്ല. അങ്ങനെ ആരെങ്കിലും പ്രതികരിച്ചാൽ അപ്പോൾ തന്നെ അവരെ കൊന്നുകളയുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് തൊഴിലാളികൾക്ക് ശബ്ദിക്കാൻ കഴിയില്ല. തൊഴിലില്ലെങ്കിൽ ഇല്ല, പണമില്ലെങ്കിൽ ഇല്ല, ഭക്ഷണം ഇല്ലെങ്കിൽ ഇല്ല. പ്രതിഷേധിച്ചാൽ വെടിയുണ്ടകളായിരിക്കും മറുപടി പറയുക. ഇത് ചൈനയുടെ ചരിത്രമാണ്. ടിയാനൻമെൻ സ്ക്വയറില് ഇതുപോലെയുള്ള പ്രതിഷേധം ഉണ്ടായ സമയത്ത് ടാങ്കുകൾ കയറ്റി അരച്ച് സ്വന്തം ജനതയെ കൊന്നൊടുക്കിയ ഭരണകൂടമാണ് ചൈന. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മാനുഷിക പരിഗണനകളോ തൊഴിലാളി പരിഗണനകളോ യാതൊരു വിധത്തിലുള്ള മനുഷ്യാവകാശ തൊഴിലവകാശ പ്രശ്നങ്ങളോ അവരെ ബാധിക്കുകയില്ല. പിന്നെ ഈ വാർത്തകളൊക്കെ പുറത്തു വരാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കടുത്ത ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ആ രാജ്യം നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം അവിടെ ലോകത്തെല്ലായിടത്തുമുള്ള ഫേസ്ബുക്ക് ഇല്ല, എക്സ് ഇല്ല, വാട്സാപ്പ് ഇല്ല, ഇന്റർനെറ്റ് രാജ്യത്തിനകത്ത് മാത്രമേ ഉള്ളൂ, പുറത്തേക്കുള്ള കണക്ഷൻ ഇല്ല. അതുകൊണ്ട് ചൈനയ്ക്കുള്ളിൽ എന്ത് നടക്കുന്നു ആർക്കും അറിയാൻ പറ്റില്ല. ലോക രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ചൈനയിൽ നിന്ന് പുറത്തു പോകുന്നവർക്കറിയാം, പക്ഷെ ചൈനയ്ക്ക് അകത്തറിയില്ല. ഇതാണ് ചൈനയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം. അതുകൊണ്ട് ചൈനയ്ക്കുള്ളിൽ നടക്കുന്ന മനുഷ്യാവകാശ തൊഴിലവകാശ പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നില്ല.
അവിടുത്തെ തൊഴിലാളികൾക്ക് മതിയായ കൂലി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും ചോദിക്കാൻ അധികാരമില്ല. അവർക്ക് പാർപ്പിടം, അതുപോലെ ഭക്ഷണം, വിദ്യാഭ്യാസം, മരുന്ന്, ആരോഗ്യരക്ഷ, ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു റൈറ്റ്, ഒരു അവകാശമുണ്ട് എന്ന് പറയാൻ പോലും പറ്റില്ല. അവകാശങ്ങളില്ലാത്ത ഒരു തടവറയിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ചൈന എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ പരിപൂർണമായും എടുത്തു മാറ്റപ്പെട്ട, അവകാശങ്ങളില്ലാതെ അടിമപ്പണി ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയാണ്. സോവിയറ്റ് യൂണിയൻ പൊട്ടിത്തെറിച്ചതുപോലെ ഇനി ഒരു കാലത്ത് ചൈനയും പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ സത്യം നമ്മൾ തിരിച്ചറിയുക. സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ട്രംപിന്റെ തീരുവ യുദ്ധം പകരത്തിന് പകരം എന്ന നിലയിലാണ് അദ്ദേഹം ഏർപ്പെടുത്തിയത്. ഇന്ത്യയെക്കാട്ടിലും എത്രയോ 10 മടങ്ങാണ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയതിനെക്കാട്ടിയും വലിയ രീതിയിലാണ് ചൈനയ്ക്ക് മേൽ ഒരു തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തില് ഇന്ത്യയെ എങ്ങനെയൊക്കെയാണ് ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഏതൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതുകൊണ്ട് ഇന്ത്യക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ചൈന പ്രൊഡക്ട്സ് ഒക്കെ കൂടുതൽ ഇന്ത്യയിലേക്ക് വരുവാനുള്ള സാധ്യതകൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. അതായത് നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത്, കച്ചവടം എന്ന് പറയുന്നത് ഒരിക്കലും നിലയ്ക്കാൻ പാടില്ലാത്ത കാര്യം. അതിന്റെ കാരണം ഇതിന് ഡിമാൻഡ് ഉണ്ടല്ലോ. ഏതൊരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടോ ആ ഡിമാൻഡ് ഉള്ളത് ഉൽപ്പാദിപ്പിക്കപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ നികുതിയുടെ കാര്യത്തിൽ 245% ഒരു വലിയ വൻമതിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചൈനയ്ക്കെതിരെ മറികടക്കാൻ സാധിക്കും. അതിനവർ ചെയ്യുന്നത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക്, അതായത് ഇറക്കുമതി തീരുവാൻ കുറവുള്ള ഒരു രാജ്യത്തേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ കയറ്റുമതി ചെയ്യുന്നു. ആ രാജ്യത്ത് വെച്ച് മെയ്ഡ് ഇൻ ചൈന എന്നുള്ളത് മാറ്റി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നോ, മെയ്ഡ് ഇൻ സിംഗപ്പൂർ എന്നോ, മെയ്ഡ് ഇൻ മറ്റെന്തെങ്കിലും ഒരു രാജ്യം അങ്ങനെ റീപാക്ക് ചെയ്ത് അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ചൈന നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ചൈനയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. സിംഗപ്പൂർ ആണെങ്കിലും മലേഷ്യ, ഇന്തോനേഷ്യ, ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണ്. അവിടെയൊന്നും ഇത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ലക്ഷക്കണക്കിന് ആൾക്കാരെ തൊഴിൽ കൊടുത്തുകൊണ്ട് വലിയ ഫാക്ടറികൾ നടത്തി മാനുഫാക്ചർ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ചൈന ഏറ്റവും അതിന് സാധ്യതയുള്ള രാജ്യമായി കാണുന്നത് ഭാരതത്തെയാണ്. ഇവിടെ ചൈനയേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ട്, ഫാക്ടറികൾ സ്ഥാപിക്കാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ ചൈനീസ് കമ്പനികൾ അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യയിൽ അത് റീപാക്ക് ചെയ്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ അയക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. ഇനി മറ്റൊരു കാര്യം അമേരിക്കൻ കമ്പനികൾ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ആപ്പിൾ ഫോൺ, ചൈനയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൾ ഫോൺ വേണ്ട എന്ന് പറയുകയും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ ഫോൺ മതി എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിനത് വളരെയേറെ ഗുണകരമാകും. ഏതായാലും അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് ചൈനയുടെ സ്ഥാനത്തേക്ക് ഭാരതം വരികയാണ്. തീർച്ചയായിട്ടും അത് ഈ രീതിയിലുള്ള അന്താരാഷ്ട്ര ലെവലില് ഈ US-ന്റെ ടാരിഫുമായി ബന്ധപ്പെട്ടിട്ട് അത് ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയ രീതിയിൽ ഇന്ത്യക്കാണ് എന്ന് സാറ് വളരെ വലിയ രീതിയിൽ പറഞ്ഞു. ഒപ്പം തന്നെ ചൈനയിലെ മനുഷ്യാവകാശ ലംഘനത്തിനെ പറ്റിയിട്ടും തൊഴിൽ ചൂഷണങ്ങളെ പറ്റിയിട്ടും അങ്ങ് ഇതിൽ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും ഈ ചർച്ചയിൽ സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.